അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിർദ്ദേശങ്ങളെയും സമാധാന ശ്രമങ്ങളെയും പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലെബനനിൽ പുതിയ ആക്രമണ പരമ്പര അഴിച്ചുവിട്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന ഈ സൈനിക നീക്കം ട്രംപ് ഭരണകൂടത്തെ കടുത്ത ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ആക്രമണം അരുതെന്ന വാഷിംഗ്ടണിന്റെ കർശനമായ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ഈ നീക്കം മേഖലയിലെ സഖ്യകക്ഷികൾ തമ്മിലുള്ള ഭിന്നത പരസ്യമാക്കുന്ന ഒന്നായി മാറി. ലെബനനെതിരെയുള്ള ഇസ്രയേലിന്റെ പുതിയ സൈനിക നടപടിയിൽ ഡൊണാൾഡ് ട്രംപ് കടുത്ത അതൃപ്തിയിലാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ കലുഷിതമായ സാഹചര്യത്തിലും ഇറാന്റെ നിലപാടുകളെയും പ്രതികരണങ്ങളെയും ട്രംപ് പ്രശംസിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഇറാൻ താൻ ആഗ്രഹിച്ച രീതിയിലാണ് നിലവിൽ പെരുമാറുന്നത് എന്നും അവർ നയതന്ത്രപരമായി അച്ചടക്കം കാണിക്കുന്നുണ്ട് എന്നുമാണ് ട്രംപിന്റെ വിലയിരുത്തൽ. ലബനൻ തങ്ങളുടെ പരമാധികാര പരിധിക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെഡ് ലൈൻ അഥവാ അതിർവരമ്പാണ് എന്ന് ഇറാൻ ഇതിനു മുൻപ് പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ലബനന് നേരെ ഉണ്ടാകുന്ന ഏതൊരു വലിയ ആക്രമണവും തങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നായിരുന്നു ടെഹ്റാന്റെ നിലപാട്. ഈ നിർണായക സാഹചര്യത്തിലാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ റിഫാത്ത് ജാവേദ് ഇന്നത്തെ സംഭവ വികാസങ്ങളെ കുറിച്ച് ആഴത്തിലുള്ളതും കൃത്യവുമായ ഒരു വിശകലനം മുന്നോട്ട് വെക്കുന്നത്. റിഫാത്ത് ജാവേദിന്റെ വിലയിരുത്തൽ അനുസരിച്ച് നെതന്യാഹുവിന്റെ ഈ നീക്കം വെറുമൊരു സൈനിക നടപടി മാത്രമല്ല, മറിച്ച് അമേരിക്കൻ പ്രസിഡന്റിനുള്ള പരസ്യമായ വെല്ലുവിളി കൂടിയാണ്. വാഷിംഗ്ടണിന്റെ താൽപര്യങ്ങൾക്കപ്പുറം സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പും സൈനിക അജണ്ടയും മാത്രമാണ് ഇസ്രയേൽ മുൻപോട്ട് വെക്കുന്നത് എന്ന് ഈ സംഭവത്തോടെ വ്യക്തമാകുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ട്രംപ് നടത്തിവന്ന തിരക്കിട്ട ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതും സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഇറാനുമായി ഒരു പുതിയ നയതന്ത്ര കരാറിലെത്താൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടയിലാണ് സഖ്യകക്ഷിയായ ഇസ്രയേൽ തന്നെ അതിന് തുരങ്കം വെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയെ ട്രംപ് പരസ്യമായി അംഗീകരിക്കുമ്പോൾ ഇസ്രയേലിന്റെ യുദ്ധക്കൊതിയെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്ന പരോക്ഷമായ സന്ദേശമാണ് പുറത്തു പോകുന്നത്. ഇറാൻ ഇതുവരെ അമേരിക്കയുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് കടുത്ത പ്രകോപനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ഈ ആക്രമണം എന്ന വ്യാഖ്യാന ഇസ്രയേൽ നടത്തുന്നത് വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന വിമർശനവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വെടിനിർത്തൽ ധാരണകളുടെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാണ്. ഇറാൻ സൈനികമായി നേരിട്ട് രംഗത്തിറങ്ങിയാൽ അതൊരു പ്രാദേശിക യുദ്ധത്തിൽ ഒതുങ്ങില്ല, മറിച്ച് ഒരു ലോക മഹായുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കാം. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ അണിയറയിൽ നടക്കുന്ന ചർച്ചകളുടെ ഫലമായാണ് ഇറാൻ നിലവിൽ ശാന്തത പാലിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ട്രംപിന്റെ വാക്കുകളെ പൂർണ്ണമായി തള്ളിപ്പറയാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇസ്രയേൽ തങ്ങളുടെ റെഡ് ലൈൻ മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ എത്രത്തോളം മൗനം പാലിക്കുമെന്നത് കണ്ടറിയണം. നെതന്യാഹുവിന്റെ ഈ നീക്കത്തിന് പിന്നിൽ ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് നെതന്യാഹുവിന് തന്റെ അധികാരം നിലനിർത്താൻ ആവശ്യമാണ്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാൽ അത് തന്റെ രാഷ്ട്രീയ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. റിഫാത്ത് ജാവേദ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ട്രംപിന്റെ വിദേശ നയത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷാഘട്ടമാണിത്. തന്റെ സഖ്യകക്ഷിയായ ഇസ്രയേലിനെ നിലയ്ക്കു നിർത്താൻ ട്രംപിന് സാധിക്കുമോ ഇല്ലയോ എന്നത് അദ്ദേഹത്തിന്റെ ഭരണപാടവത്തിന്റെ തെളിവായി മാറും. അമേരിക്കയുടെ ആയുധങ്ങളും സാമ്പത്തിക സഹായവും കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഇസ്രയേൽ അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുവിളിക്കുന്നത് എന്നത് വിരോധാഭാസമാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനുള്ള സൈനിക സഹായങ്ങൾ തടഞ്ഞുവെക്കാൻ ട്രംപ് തയ്യാറാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാൻ പുതിയ സാഹചര്യത്തിൽ തങ്ങളുടെ സഖ്യകക്ഷികളായ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ആലോചിച്ച് മാത്രമേ അടുത്ത നീക്കം നടത്തുകയുള്ളൂ. പെട്ടെന്നുള്ള ഒരു സൈനിക പ്രതികരണത്തിന് പകരം നയതന്ത്രപരമായി ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കും ഇറാൻ മുൻഗണന നൽകിയേക്കാം. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണവിലയെയും കടുത്ത രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. യുദ്ധഭീതി ഉയർന്നതോടെ രാജ്യാന്തര വിപണിയിൽ അസ്ഥിരത പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. ഈ പ്രതിസന്ധി എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ അത് ലോകമെമ്പാടുമുള്ള വിപണികളെ തകിടം മറിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങളും ഈ പ്രതിസന്ധിയുടെ ആഴം നിശ്ചയിക്കും.
നെതന്യാഹുവിന്റെ കടുംപിടുത്തം മിഡിൽ ഈസ്റ്റിനെ മറ്റൊരു വലിയ നാശത്തിലേക്ക് നയിക്കുമോ, അതോ ട്രംപിന്റെ നയതന്ത്ര ഇടപെടലുകൾ വഴി വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സാധിക്കുമോ എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. എന്തായാലും റിഫാത്ത് ജാവേദ് വിശകലനം ചെയ്തതുപോലെ ലോകം ഇപ്പോൾ ഒരു വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇരിക്കുന്നത്.